വിങ്ങിക്കരയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നു, മാ തുബ്കീകി യാ ആയിഷ, എന്താണ് ഇങ്ങനെ കരയുന്നത്? എന്ത് സംഭവിച്ചു? എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, നബിയെ, നരകത്തെ ഓർത്ത് കരഞ്ഞു പോയതാണ്. നരകത്തെ ഓർത്ത് കരഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞു. വല്ലാത്തൊരു കരച്ചിലാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ചിന്ത വന്നിട്ടുണ്ടോ? കരച്ചിൽ മാറ്റി നിർത്താം. എപ്പോഴെങ്കിലും നരകത്തിന്റെ മുന്നിൽ എന്നെ കൊണ്ട് വന്ന് നിർത്തും എന്ന് ഒരു ചിന്ത എപ്പോഴെങ്കിലും നമ്മൾ വന്നിട്ടുണ്ടോ, സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് സ്വയം ആലോചിച്ച് നോക്കണം. തൊട്ടടുത്ത ചോദ്യം ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, നബിയെ, പരലോകത്ത് വെച്ച് നരകത്തിന്റെ അടുത്ത് വെച്ച് താങ്കളുടെ കുടുംബത്തെ പറ്റി ഒന്ന് ഓർക്കുമോ? ഇങ്ങനെ ആയിഷ ഉണ്ട്, ഭാര്യയുണ്ട് എന്നുള്ള കാര്യം താങ്കളൊന്ന് ചിന്തിക്കുമോ? ഓർമ്മയുണ്ടാകുമോ? വിഷമം കൊണ്ട് ചോദിച്ചതാ, പ്രയാസം കൊണ്ട് ചോദിച്ചതാ, ബേജാറ് കൊണ്ടാണ് ചോദിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയാം, ആയിഷ, 3 സന്ദർഭങ്ങളിൽ ആരും മറ്റൊരാളെ സംബന്ധിച്ച് ചിന്തിക്കുകയില്ല, ആരും മറ്റൊരാളെ സംബന്ധിച്ച് ഓർക്കുകയില്ല. ആ 3 സന്ദർഭങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹക്ക് പറഞ്ഞു കൊടുത്തു. ഒന്ന്, ഇൻദൽ മീസാൻ, മനുഷ്യന്റെ നന്മ തിന്മകൾ തൂക്കുന്ന ഒരു സമയമുണ്ട്, ഒരു തുലാസ് ഉണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. وَنَضَعُ الْمَوَازِينَ الْقِسْطَ لِيَوْمِ الْقِيَامَةِ فَلَا تُظْلَمُ نَفْسٌ شَيْئًا. നാം ഒരു തുലാസ് സ്ഥാപിക്കും അന്ത്യദിനത്തിൽ. അതിലൊരു ആ തുലാസിൽ മനുഷ്യന്റെ നന്മയും തിന്മയും തൂക്കുമ്പോൾ ഒരു അനീതിയും ഒരാളോടും കാണിക്കുകയില്ല. ഒരു അണുവിൻ തൂക്കം നന്മ ചെയ്താല് അതിൽ തൂക്കി കാണിക്കും. അത്ര തന്നെ തിന്മയുണ്ടോ അതും കാണിക്കും എന്ന് അല്ലാഹു തആല പറയുന്നു. ഫമൻ സഖലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തി റാദിയ. ഇനി ആ തുലാസില് നന്മയാണ് കൂടുതലായി തൂങ്ങിയതെങ്കിൽ, ഭാരമുള്ളതെങ്കിൽ, നല്ല സന്തോഷകരമായ സന്തുഷ്ടകരമായ ഹാപ്പിയായ ഒരു ജീവിതം പരലോകത്ത് അവർക്ക് ജീവിക്കാൻ കഴിയും. വമൻ ഖഫത്ത് മവാസീനുഹു, ഇനി ആ തുലാസ് തിന്മ കൊണ്ട് ഭാരം തൂങ്ങുകയും നന്മയുടെ കനം കുറഞ്ഞു പോകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉമ്മുഹു ഹാവിയ, കത്തിജ്വലിക്കുന്ന നരകമായിരിക്കും അവന് ചെന്ന് എത്താനുള്ളത് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ആ സമയത്ത് ഒരാളെയും ഓർക്കുകയില്ല ആയിഷ. അത് ആ നന്മ തിന്മകൾ തൂക്കുന്ന സമയത്ത് മനുഷ്യന്റെ ജീവിതത്തിൽ 10, 60, 70, 80, 90 കാലഘട്ടങ്ങളിലൊക്കെ കൊല്ലങ്ങളൊക്കെ ജീവിച്ച് ആ ജീവിതത്തിന്റെ റിസൾട്ടാണ് അവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നത്.
എൻ്റെ മുന്നിൽ കൂടുതലുമുള്ളത് വിദ്യാർത്ഥികളാണ്. മുതിർന്നവര് ഇവിടെ പോയി എന്നറിയില്ല. ഈ വിദ്യാർത്ഥികളൊക്കെ എക്സാം എഴുതിയിട്ട് അവർ റിസൾട്ട് കാത്തിരിക്കുകയാണ്, അല്ലേ? എല്ലാവരും റിസൾട്ട് കാത്തിരിക്കുകയാണ്. വല്ലാത്തൊരു ആഹ്ലാദമായിരിക്കും റിസൾട്ട് വരുന്ന ദിവസം, വല്ലാത്തൊരു ആഹ്ലാദം. എല്ലാവരും സൈറ്റ് തുറന്നുകൊണ്ട് ആ റിസൾട്ടിന് കാത്തിരിക്കും. എത്രയായിരിക്കും, എനിക്ക് എത്ര A+ ഉണ്ടായിരിക്കും, ഫുള്ള് കിട്ടണേ എന്ന് എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. അങ്ങനെയാണ് ആഗ്രഹങ്ങൾ. അങ്ങനെ റിസൾട്ട് കാത്ത് നിൽക്കുന്ന ആ സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഏതെങ്കിലും ഒരു വിഷയത്തിൽ പോയിട്ടുണ്ടെങ്കിൽ എഴുതാൻ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അത് എഴുതിയെടുക്കാൻ കഴിയും. പക്ഷെ നമ്മൾ അവിടെ നിന്ന് നമ്മൾ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ അത് നമ്മൾ -പോയിന്റിലാണുള്ളതെങ്കിൽ ഒരു ഫലവും നമുക്കില്ല, ഒരു ചാൻസും നമുക്കില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയി. മരണത്തോടു കൂടി എല്ലാ ചാൻസുകളും അവസാനിക്കുകയാണ് മനുഷ്യൻ്റെത്. അതുകൊണ്ടാണ് 12 യുദ്ധങ്ങളിൽ പങ്കെടുത്തൊരു സ്വഹാബി, ഒരു യുദ്ധത്തിലൊന്നല്ല 12 യുദ്ധങ്ങളിൽ സംബന്ധിച്ച ഒരു സഹാബി അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു മീസാനിൽ മനുഷ്യന്റെ അദ്ദേഹത്തിന്റെ നന്മയും തിന്മയും തൂക്കുന്ന ആ രംഗമോർത്തിട്ട് പൊട്ടി പൊട്ടി കരയാറുണ്ടായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ എല്ലാവരെയും പടച്ചവന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമ്മുടെ നന്മയും തിന്മയും എല്ലാം ഒന്ന് തൂക്കുന്ന ആ ദിവസം രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ, ഒഴിവായി പോകില്ലല്ലോ. അതുകൊണ്ടാണ് ലുഖ്മാൻ ഹക്കീം എന്ന് പറയുന്ന ഒരു വലിയൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ മകനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മോനെ, നീ അള്ളാഹുവിലേക്ക് മടങ്ങിയവരുടെ മാർഗം സ്വീകരിക്കണം കേട്ടോ. പുറത്ത് നമ്മൾ ഇറങ്ങിയാൽ, നമ്മൾ വിദ്യാലയങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ, നമ്മൾ മറ്റേതെങ്കിലും മേഖല എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് മാർഗങ്ങൾ സ്വീകരിച്ച ആൾക്കാരുണ്ടാകും. നമ്മളെ വഴിതെറ്റിക്കാൻ ഒരുപാട് മാർഗങ്ങൾ ഉണ്ടാകും. അതൊന്നും നമ്മൾ സ്വീകരിക്കാതെ അള്ളാഹുവിലേക്ക് മടങ്ങി ചെല്ലുന്നവനെ പോലെ നീ ആകണമെന്ന് ഒരു ഉപ്പ ഒരു മകനോട് പറയാം. നീ നല്ല മോനായി വളരണമെന്നാണ് പറഞ്ഞതിന്റെ സാരം. നീ റോൾ മോഡലായി സ്വീകരിക്കേണ്ടത് നീ അനുധാവനം ചെയ്യേണ്ടത് അല്ലാഹുവിലേക്ക് മടങ്ങിയവരുടെ മാർഗമാണ് നീ സ്വീകരിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു നടന്റെയോ നടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താരത്തിൻ്റെയോ റോൾ മോഡൽ അല്ല. നമ്മളൊക്കെ നോമ്പനുഷ്ഠിച്ച കുട്ടികളാണ്. അപ്പോൾ നമ്മൾ ഈ 18 ദിവസവും നോമ്പനുഷ്ഠിച്ചവർ തന്നെയായിരിക്കും നിങ്ങൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പെരുന്നാൾ വരുന്നുണ്ട്. ആ പെരുന്നാൾ നമ്മൾ ഇതെല്ലാം ഒഴിവാക്കി വിട്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറാൻ പാടില്ല. നമ്മുടെ മുടിവെട്ടലും നമ്മുടെ ഡ്രസ്സും എല്ലാം ഇസ്ലാമിന്റെ ചട്ടക്കൂടിന്റെ ഉള്ളിലായിരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താരം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു താരത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മുടി എങ്ങനെയാണോ വെട്ടിയത് അതുപോലെ മുടിവെട്ടലല്ല. അദ്ദേഹത്തിന്റെ പാന്റ് എങ്ങനെയാണോ അതുപോലെയല്ല. അദ്ദേഹത്തിന്റെ ഷർട്ട് എങ്ങനെയാണോ അതുപോലെയല്ല. അതിലൊന്നും ഒരു പ്രാധാന്യമില്ല. അതൊക്കെ നമുക്ക് പറ്റും എന്നല്ലാതെ നമുക്ക് ആരെയും ആരെ ഫാൻസായിട്ട് നമുക്ക് പോകാമെന്നല്ലാതെ നമ്മൾ റോൾ മോഡലായി സ്വീകരിക്കേണ്ടത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? സുമ്മ ഇലയ്യ മർജിഉകും വഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ.
നിങ്ങളെല്ലാവരും തിരിച്ചു പോകും. ഇന്ന് നമ്മൾ കേൾക്കുന്നത് പ്രായമുള്ള ആൾക്കാർ മരിച്ചു എന്ന് മാത്രമല്ല, ചെറിയ ചെറിയ കുട്ടികൾ മരിച്ചു എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ കാണാറില്ലേ? തെങ്ങിൻ മുകളിൽ നിന്ന് ഉണങ്ങിയ വരണ്ട തേങ്ങ മാത്രമല്ലല്ലോ താഴെ വീഴാറുള്ളത്, ചെറിയ വെളിച്ചിൽ താഴെ വീഴാറുണ്ട്. അതുപോലെ തന്നെ പൂക്കുലകൾ താഴെ വീഴാറുണ്ട്, കരിക്കുകൾ വീഴാറുണ്ട്, നോമ്പ് തുറക്കാൻ ഇളനീര് പറിക്കാറുണ്ട്. ഇതൊന്നും പ്രായമെത്തിയിട്ടല്ലല്ലോ, വരണ്ടിട്ടല്ലല്ലോ. നമ്മൾ പ്രായമായിട്ടേ മരിക്കൂ എന്നുള്ളൊരു ചിന്ത കുട്ടികളായ നിങ്ങൾക്കുണ്ടാകരുത്. കാരണം എപ്പോഴും മരണം നമ്മെ പിടികൂടും. മരിക്കുമെന്നുള്ള ഒരു ബോധം നമുക്ക് വേണം. പടച്ചോൻ മരിച്ചു കഴിഞ്ഞാൽ റബ്ബിന്റെ അടുക്കലേക്ക് ചെല്ലേണ്ടി വരും. അല്ലാഹ് പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് നന്ദി പ്രകടിപ്പിക്കണം, എന്നോട് നന്ദിയുള്ളവരാകണം. നിങ്ങളെ മാതാപിതാക്കളോട് നന്ദിയുള്ളവരാകണം. നിങ്ങൾ ഉമ്മാനോടും ഉപ്പാനോടും നന്ദിയുള്ളവരാകണം. നിങ്ങൾ അവരനുസരിക്കണം. നിങ്ങൾ ഇങ്ങനെ അനുസരിച്ചില്ലെങ്കിൽ ഇലയ്യൽ മസീർ, വല്ലാത്തൊരു വാക്കാ അല്ലാഹ് പറയുന്നത്. നിങ്ങൾ എൻ്റെ അടുക്കലാട്ടോ വരിക, എൻ്റെ അടുക്കലാ നിങ്ങൾ വരിക, അവിടെ വെച്ച് കൃത്യമായി കണക്ക് പറയേണ്ടി വരും എന്ന്. അതുകൊണ്ടാണ് ഒരു സ്വഹാബി മുസ്ലിമായപ്പോ അയാളുടെ ഉമ്മ അതിനെ ശക്തമായി എതിർത്തു. എന്നിട്ടും ഉമ്മയ്ക്ക് വേണ്ട ഭൗതികമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പക്ഷേ വിശ്വാസം കൈവിടാൻ പാടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഉമ്മയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് പ്രവർത്തിച്ചോ അത് കൃത്യമായി കൊണ്ട് നിങ്ങളെ വിവരം അറിയിക്കും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. എന്നിട്ട് ആ പിതാവ്, ആ ഉപ്പ ആ മകനോട് പറയുന്നു, നിങ്ങളോട് ആരോടും ഇന്നേ വരെ നിങ്ങളെ ഉപ്പ പറയാത്ത കാര്യം ആ ഉപ്പ മകനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യാ ബുനയ്യ ഇന്നഹാ ഇൻദകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഹറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. മോനെ, നിങ്ങളോട് ആരോട് ഇതുവരെ നിങ്ങൾ ഉപ്പ പറഞ്ഞിട്ടുണ്ടാകൂല. മോനെ, നീ മനസ്സിലാക്കണം. എന്താ കാര്യം എന്നറിയോ? ആകാശത്തിലോ ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു പാറക്കല്ലിൻ്റെ ഉള്ളിൽ വരെ ആണെങ്കിലും ശരി, അവിടുന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും. എന്നിട്ട് കൃത്യമായ കണക്ക് എല്ലാറ്റിനും, ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും നമ്മൾ ചെയ്ത ഓരോ പ്രവർത്തനത്തിനും കൃത്യമായ കണക്ക് പറയേണ്ടി വരും. മൊബൈൽ എന്തിനു വേണ്ടി ഉപയോഗിച്ചു, ഏത് സൈറ്റിലാണ് നമ്മൾ കയറിയത്, യൂട്യൂബിലേക്ക് നമ്മൾ കയറിയപ്പോൾ ഏതാണ് നമ്മൾ ഉപയോഗിച്ചത്, കൃത്യമായി മൊബൈൽ പറഞ്ഞു തരുന്നതിനേക്കാൾ കൃത്യമായിട്ട് നമ്മൾ പടച്ച തമ്പുരാന്റെ മുന്നിൽ നമ്മൾ കൃത്യമായി നമ്മൾ രേഖ പറഞ്ഞു തരുമെന്ന് ആ പിതാവ് തന്റെ മകനോട് പറയുമ്പോഴേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ പിതാവ് ആ മകനോട് പറഞ്ഞതുപോലെ ആ കാര്യം പടച്ചോൻ നമ്മളോട് പറഞ്ഞു തരുന്നത് നമ്മൾ ആ രീതിയിൽ ജീവിക്കാൻ വേണ്ടിയാണല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങനെയായി മാറേണ്ടതുണ്ട്. അല്ലാഹു തആല പറയുന്നുണ്ട്, ആരെ തുലാസാണോ ഭാരം കൂടുന്നത് അവര് മുഫ്ലിഹീങ്ങളാണ്, വിജയിച്ചവരാണ്. ഇനി ആരുടേതാണ് ആ തുലാസിന് തൂക്കം കുറഞ്ഞു പോകുന്നത് എങ്കില് അവർ പരാജയപ്പെട്ടവരാണ്. നമ്മുടെ തുലാസിന് ഭാരം തൂങ്ങണം. ആദ്യത്തെ ഫലം അറിയുന്ന ഘട്ടമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഒരു ചരിത്രം മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ഓഡിയൻസ് കൂടുതൽ കുട്ടികളായതുകൊണ്ട് അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് സൽക്കർമ്മമായിട്ട് ജനങ്ങൾ വരുന്നു, ഒരു ടീം വരുന്നു. എന്നിട്ട് അവരുടെ സൽക്കർമ്മങ്ങളൊക്കെ ധൂളി പോലെ പാറിപ്പോകുമെന്ന്. എന്താ കാര്യം? അവര് സ്വകാര്യമായിട്ട് തിന്മ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഉപ്പാന്റെ ഉമ്മാന്റെ മുന്നിൽ ഉമ്മയും മൊബൈലെടുത്ത് കളിച്ച് ഉമ്മ കാണുമ്പോൾ അത് സൈറ്റ് മാറ്റിക്കളയുന്നു. എന്നിട്ട് നമ്മള് ഉമ്മയുടെ അഭാവത്തിൽ മോശമായ കാര്യങ്ങൾ കാണുന്നു. ഇങ്ങനെ രഹസ്യമായിട്ട് ആരും കാണാതെ ആരും അറിയാതെ തിന്മകൾ ചെയ്യുന്നു. നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. നമ്മുടെ ആ മീസാൻ